അപ്പം ഞാനിന്നുള്ളത് കോതമംഗലത്ത് ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി നിങ്ങളെ കാണിക്കുവാണ്. അതും അണ്ടർഗ്രൗണ്ട് ഗുഹ തുളച്ച് അകത്തോട്ട് കയറിയിട്ടാണ് ഈ പള്ളി വന്നത്. ഓക്കെ, നമുക്കൊന്ന് കണ്ടാലോ. അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ആംബിയൻസ് തന്നെ വേറൊരു രീതിയാണ്. ഓക്കെ, ചെരുപ്പ് എവിടെയാണ്? ചെരുപ്പിടാല്ലേ? ആ ആ ലൈറ്റ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ്. അകത്തേക്ക് ലൈറ്റ് വന്നിട്ടില്ല. ലൈറ്റ് കുബ്ബയുടെ ഇതാണ് കാണിക്കുന്നത്. കുബ്ബയുടെ ബാക്ക്ഗ്രൗണ്ട്. ചെയ്ത പോലെ തന്നെ വെച്ചേക്കണേ. നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടി. ഇങ്ങനൊരു പാട്ടുണ്ട്, കുറച്ചിങ്ങനെ വെള്ളം നമുക്ക് കാണാം. പള്ളി കണ്ടിട്ട് വെള്ളത്തിൽ ഇതൊന്നും നമുക്ക് വേറെ എവിടെ ഇങ്ങനെ കാണാൻ പറ്റൂല കേട്ടോ. ഇവിടെ മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഒരു പള്ളിയിലാണ്. ഇപ്പൊ ക്രിസ്ത്യൻസിനും വരാം, മുസ്ലിംസിനും വരാം, ഹിന്ദുക്കൾക്കും വരാം. ഇവിടെ പിന്നെ ജാതി മത ഭേദം ഇല്ല. രാവിലെ ആകുമ്പോ ഇതിനകത്ത് വെട്ടം ഉണ്ടോ? അത് എപ്പോഴും ഇതിനകത്ത് ഇരുട്ട് തന്നെയാണോ? ഇരുട്ടാണല്ലേ. ലൈറ്റ് ഓഫ് ചെയ്താൽ ഡാർക്ക്നെസ്. ചവിട്ടുണ്ട് ഇവിടെ പറ്റു. മഴ കാരണം തലം നോക്കണോട്ടാ. മഴ കാരണം കാർപ്പറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇതേപോലെ ലൈറ്റ് ഇട്ടത്. 10 പേർക്ക് നിസ്കരിക്കാം അല്ലേ? എപ്പോഴും നിറച്ചാളുണ്ടാവൂലേ? ഇങ്ങനെ ഒരു 3-4 പേരിക്കെങ്കിലും 3 പേർക്ക് കന്നു പറയുന്നില്ല. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം. കിടക്കാനുള്ള സ്ഥലം അല്ലേ? ഇത് അവിടെ ഇരിക്കാം, മുറാക്കം ഇരിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ കിടക്കാം. അപ്പൊ ഇവിടെ 15-20 ദിവസമൊക്കെ ഇരിക്കും. അപ്പൊ ഭക്ഷണം ഇല്ലാതെയോ? ഭക്ഷണം ഉണ്ട്, ചെയ്ത് ഇങ്ങോട്ടേക്കെല്ലാം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഒരു എഞ്ചിനീയർ അല്ല എന്നുള്ളതാണ്. ഈ താഴെ കിടക്കണ വെള്ളം എന്ന് പറയണത് വേറെ ഒന്നും അല്ല കേട്ടോ. ഇതെല്ലാം ഒരേ ഗുഹകളാണ് കേട്ടോ. നമ്മുടെ ഭീമ ഇരുന്ന് ഭീമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എഴുതുവാണ്. ഈ ബുക്ക് നിറച്ചും ഇതുപോലെ ഒരേ ആളുകൾ വന്ന് എഴുതിയേക്കണെയാണ് അല്ലേ? ദൂരെ ആളുകളാണ് വന്നേക്കണം. ചില ആൾക്കാരൊക്കെ കണ്ടമാനം എഴുതിയിട്ടുണ്ടല്ലേ?